ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ കന്യാകുമാരിയിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ബീച്ചിൻ്റെ സൈഡിൽ വന്നു, ക്ഷേത്രമൊക്കെ നോക്കണം, പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് കാണണം. അതിന് മുന്നേ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടേ ഹോട്ടൽ ശരവണയിലാട്ടോ വന്നേക്കുന്നത്. ഇവിടെ പ്യുവർ വെജിറ്റേറിയൻ ഫുഡാണ് കിട്ടുക. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ആയത്. അപ്പോൾ പെട്ടെന്ന് വരാൻ എളുപ്പത്തിന് എങ്ങോട്ട് വന്നേ, നല്ലോണം വിശന്നു. അപ്പം ഒത്തിരി നടന്ന് അങ്ങോട്ട് പോയി ഫുഡ് കഴിക്കാനുള്ള ത്രാണിയില്ല. അപ്പോൾ ഞാൻ പൂരിയും പൊങ്കലും പറഞ്ഞിട്ടുണ്ട്, പിന്നെ എക്സ്ട്രാ വടയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൊങ്കലും വടയും വന്നിട്ടുണ്ട്. ഇവിടുത്തെ സാമ്പാർ ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ചു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഇത് നോക്കട്ടെ. ഇന്നും വലിയ സുഖമില്ല. തമിഴ്നാടൊക്കെ വന്നാലല്ലേ കൂടുതൽ പൊങ്കൽ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ ഓപ്റ്റ് ചെയ്യുന്ന പൊങ്കലായിരിക്കും. ഇവിടെ നല്ല മൊരിഞ്ഞ വടയാന്ന് തോന്നുന്നു. വട നല്ല. പൂരിയും മസാലയും വന്നിട്ടുണ്ട്. നമ്മുടെ മസാല ദോശക്കകത്ത് വെക്കത്തില്ലേ, ആ സെയിം മസാല തന്നെ. പൂരിക്ക് ഉപ്പില്ല, എന്തോ ഒട്ടും ഉപ്പില്ല. ഉപ്പിടാൻ മറന്നു. കറിയിലും വലിയ ഉപ്പില്ല, എന്നാൽ വലിയ പ്രശ്നമല്ലായിരുന്നു. ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് കോഫി കുടിച്ചായിരുന്നു കേട്ടോ. അത് നല്ലതാ. ഇതിപ്പോ പച്ചവെള്ളം കണക്കിരിക്കുന്നു, മധുരം ഇല്ല. എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്ത് ടേസ്റ്റ് ആണെന്ന്. കൊള്ളത്തില്ല, പറ്റത്തില്ല കുടിക്കാൻ. ഇതാണ് കേട്ടോ കന്യാകുമാരി ദേവി ക്ഷേത്രം. ഇതിനെ മൂക്കുത്തി അമ്മൻ ക്ഷേത്രം എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും അരുൾമുഖ് ഭഗവതി അമ്മൻ ടെമ്പിൾ എന്നാണ് കേട്ടോ അവിടെ എഴുതി വെച്ചേക്കുന്നത്. കന്യാകുമാരി ദേവിക്ക് മൂക്കുത്തി അമ്മൻ എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് ഞാനിവിടെ അന്വേഷിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അറിയാൻ പറ്റിയത്, ദേവിയുടെ മൂക്കിലൊരു മൂക്കുത്തിയുണ്ട്. അത് നാഗമാണിക്യം കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. തിരുവിതാംകൂർ മഹാരാജാവാണ് അത് ചെയ്തു കൊടുത്തത്. ഈ മുക്കുത്തിയുടെ പുറകിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറി ഉണ്ട്. ദേവിയുടെ മുക്കുത്തിയുടെ പ്രകാശം കടലിലോട്ട് പതിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ വെട്ടം കണ്ടിട്ട് ഒരു കപ്പൽ കര അടുത്തുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കരയ്ക്കോട്ട് അടുപ്പിക്കാൻ നോക്കി. പക്ഷേ ഈ പാറക്കൂട്ടങ്ങൾ കാരണം അതിൽ തട്ടി കപ്പൽ തകർന്നു. അതിനുശേഷം മുക്കുത്തിയിൽ നിന്ന് ആ പ്രകാശം കടലിലോട്ട് പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിന്റെ കിഴക്കേ നട അടച്ചാണ്ടോ ഇട്ടേക്കുന്നത്. ഇപ്പോഴും ആ അമ്പലത്തിന്റെ കിഴക്കേ നട തുറക്കാറില്ല. ഇവിടെ നമുക്ക് നട തുറക്കുന്നത് രാവിലെ 4:30, 4 തൊട്ട് 12 വരെയും, പിന്നെ വൈകിട്ടുമാണ്. ഇത് ക്ഷേത്രത്തിന്റെ ബാക്കാണ് കേട്ടോ. ഇവിടെ നിന്നാണ് മൂക്കുത്തിയമ്മയുടെ മൂക്കുത്തിയിൽ നിന്ന് ഇങ്ങനെ പ്രകാശം കടലിലോട്ട് പോവാന്ന് പറയുന്നത്. ഇവിടെ ഒത്തിരി ഷോപ്സ് ഉണ്ട് കേട്ടോ. 10 രൂപ, 20 രൂപ കട, 50 രൂപ കട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളതിൽ 10 രൂപ കടയിൽ കയറിയൊക്കെയാണ് കുറച്ച് സ്ലൈഡ് മേടിക്കാനായിട്ട് വീട്ടിലമ്മയ്ക്ക്. ഇവിടെ ഈ 10 രൂപ 20 രൂപ കട എന്ന് പറഞ്ഞ് കയറിയാലും കുറച്ച് സാധനങ്ങൾ മാത്രമേ ആ റേറ്റിനൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ബാക്കി സാധനങ്ങളൊന്നും ആ റേറ്റിന് കിട്ടത്തില്ല. അതിൻ്റെതായ വിലയൊക്കെ ഉണ്ട്. ഈ കുഞ്ഞു കുഞ്ഞ് സ്ലൈഡും കമ്മലും മാലയൊന്നും മേടിക്കാൻ പറ്റത്തില്ല 10 രൂപയ്ക്ക്. ബണ്ണ് അങ്ങനെയൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. മധുരയിലും പോണ്ടിച്ചേരിയിലൊക്കെ പോയതിനേക്കാളും എനിക്ക് ഇവിടെ റേറ്റ് സാധനങ്ങൾക്ക് കുറവാണെന്ന് കേട്ടോ തോന്നി. ഇവിടെ രുദ്രാക്ഷം ഉണ്ട് കേട്ടോ. ഒറിജിനലാ, ശരിക്കും കാണുമ്പോഴേ അറിയാം. പല വെറൈറ്റിയിലെ രുദ്രാക്ഷം ഉണ്ട്. പിന്നെ എന്തിൻ്റെയോ പല്ലാണോ എല്ലാണോ എന്താ അറിയത്തില്ല. ഇതെന്തോ കായാണ് കേട്ടോ. കൈൻഡ് ഓഫ് രുദ്രാക്ഷത്തിന്റെ പുറമെ എങ്ങനെയാണ് അതേ കണക്ക് തന്നെ ഉണ്ട്. ഇത് രുദ്രാക്ഷം തന്നെയാണ് കേട്ടോ. കണ്ടോ, ഒരു മുഖ രുദ്രാക്ഷമായത്. ഇവിടേക്കുള്ള രുദ്രാക്ഷമൊക്കെ നല്ലതാണ്. കടലിൽ ഇറങ്ങി ഒത്തിരി ആൾക്കാർ കുളിക്കുന്നൊക്കെയാണ് കേട്ടോ. എനിക്ക് കണ്ടിട്ട് കുളിക്കാൻ തോന്നുന്നുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം കണ്ടതിന് ശേഷം നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെ ഉണ്ട് കുളിക്കാനെന്നൊക്കെ. സേഫ് ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എങ്ങാനും തിരമാല അടിച്ച് പാറയിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തലയൊക്കെ പൊട്ടാനും ചാൻസ് ഉണ്ട്. ഇത് അവിടെയായിട്ടാണ് സ്വാമി വിവേകാനന്ദ പാറ വരുന്നത്. മുന്നേയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങോട്ടൊക്കെ ബോട്ട് റൈഡൊക്കെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ അന്വേഷിച്ച് നോക്കാം. ഒത്തിരി ആൾക്കാർ കുളിക്കുന്നുണ്ട്. കണ്ടിട്ട് ശരിക്കും കുളിക്കാൻ തോന്നുന്നുണ്ട്. നമുക്കിവിടെ എല്ലാം ചുറ്റി കണ്ടതിന് ശേഷം എന്തായാലും കടലിറങ്ങി ഒന്ന് കുളിക്കണം. ഞാനേ ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഒരു കടയിൽ വന്നോട്ടോ. അത് ഈ പാൻറ്റിനൊക്കെ 150 രൂപയുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലാക്ക് എടുക്കാമെന്ന് വിചാരിച്ച്. ഇത്
ആ ഒരു സ്ട്രക്ചർ ഭയങ്കര രസമുണ്ട് കാണാൻ. ഗാന്ധിജി മരിച്ചതിന് ശേഷം ചിതാഭസ്മം 12 സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുപോയിരുന്നു. അതിലൊരു പ്ലേസ് ആണ് കന്യാകുമാരി. അപ്പോൾ ആ ചിതാഭസ്മം കൊണ്ടുവന്ന സെയിം സ്പോട്ടിൽ തന്നെയാണ് ഗാന്ധി മെമ്മോറിയലും പണിതേക്കുന്നത്. 1956 ഇത് പണി കഴിപ്പിച്ചത്. ഈ ഗാന്ധി മണ്ഡപം കാണാൻ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഫ്രീ ആണ് എൻട്രി. പക്ഷെ നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേനും ഇവിടെ ചപ്പൽ വെച്ചേക്കാനായിട്ട് 5 രൂപ ഒരാൾക്ക് ഇത് കൊടുക്കണം. അതിനകത്തോട്ട് ചെരുപ്പിട്ട് പോകാൻ പാടില്ല. ഇത് കന്യാകുമാരി കടലുണ്ടല്ലോ അതിനോട് ചേർന്ന് തന്നെ കേട്ടോ ഇരിക്കുന്നത്. മേ ബി അതിൻ്റെ ബാക്കിൽ നിന്ന് ആ കടൽ കാണാൻ ഭയങ്കര നല്ല വ്യൂ കാണും, നല്ല രസമായിരിക്കും നമുക്ക് അതൊക്കെ നോക്കാം അകത്ത് കയറിയിട്ട്. ഈ ഒരു മെമ്മോറിയൽ ഇവിടെ എന്താണെന്നറിയാമോ, ഇത് ഗാന്ധിജിയുടെ ക്രോണോളജി ഓഫ് ലൈഫാണ്. ഗാന്ധിജിയുടെ ഓരോരോ ഘട്ടം ഉണ്ടല്ലോ, കുഞ്ഞിലെ മുതൽ അവസാനത്തെ ആ മരണം വരെയുള്ള കാര്യങ്ങൾ ഫോട്ടോയിലൂടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വിവരണമൊക്കെ ഉണ്ട്. അപ്പം ഒരറ്റത്തിന് നമ്മൾ കറങ്ങി ഇങ്ങനെ ചുറ്റി വന്നു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ കുഞ്ഞുനാളുടെ മെമ്മറി മുതൽ നമുക്ക് വേണ്ടി ചെയ്ത ഓരോരോ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇറങ്ങുമ്പോഴത്തേനും എന്താണ് പുള്ളിക്കാരൻ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ചെയ്തത്, പുള്ളിക്കാരൻ്റെ ലൈഫ് എന്തിലൊക്കെ കൂടെ കടന്നുപോയി എന്നതിൻ്റെ ഒരു ആൻസർ നമുക്ക് കിട്ടും ഇതൊന്ന് ചുറ്റി കഴിയുമ്പോഴത്തേനും. അപ്പോൾ എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്താനും എല്ലാവർക്കും ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗാന്ധിജിയുടെ ഒരു മെമ്മോറിയൽ അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഗാന്ധി മെമ്മോറിയലിൻ്റെ ബാക്കിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് കടൽ കാണാൻ പറ്റും കേട്ടോ. ആ ഒരു വ്യൂ ആണിത്. കടൽ എവിടെ നിന്ന് നോക്കിയാലും ബ്യൂട്ടിയാണ്. നമ്മൾ ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പം ഇതാണെങ്കിൽ സ്പെഷ്യൽ എൻട്രി ആണ്. അതിന് 300 രൂപ. അല്ലാതെ നോർമൽ എൻട്രി ഉണ്ട്, അതിന് 75 രൂപയുള്ളൂ. പക്ഷേ ഭയങ്കര ക്യൂ, അങ്ങ് മുതൽ ഇത് അങ്ങ് റോഡ് വരെ ഉണ്ട്. നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വയ്യ, കാരണം ഭയങ്കര ചൂടല്ലേ. നമുക്ക് സ്പെഷ്യൽ എൻട്രി എടുത്ത് പോകാം. സ്പെഷ്യൽ എൻട്രി എടുക്കാനായിട്ട് ഓൺലൈൻ പേയ്മെൻ്റ് ഒന്നും പറ്റത്തില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബുക്ക് ചെയ്തപ്പോഴത്തേനും ടൈം സ്ലോട്ട് അനുസരിച്ച് നമുക്ക് കയറാൻ പറ്റുള്ളൂ. 1 അവർ കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് സ്ലോട്ട് കിട്ടിയത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഹോട്ടലിലൊക്കെ പോയിട്ടൊന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ തിരികെ വന്നു. ഇതാണ് കേട്ടോ ടിക്കറ്റ് സ്പെഷ്യൽ എൻട്രിക്കുള്ളത്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടെ പെട്ടെന്ന് തന്നെ കയറിപ്പോകും. അല്ലാന്നുണ്ടെങ്കിൽ ആ ബാക്ക് കാണിച്ചു കൊടുത്തേ, ക്യൂ ഒന്ന് കാണിച്ചു കൊടുത്തേ. കണ്ടോ, ഇതേ കണക്ക് അങ്ങ് റോഡ് വരെ ഉണ്ട് ആൾക്കാർ ക്യൂ ആയിട്ട്. നമുക്ക് അവിടെ ഒരു പ്രതിമ കാണുന്നില്ലേ, വലിയൊരു പ്രതിമ. അത് തിരുവള്ളൂർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ്റെ പ്രതിമയാണ് കേട്ടോ. തിരുവള്ളൂർ എന്ന് പറയുന്നത് തമിഴ് പോയറ്റാണ് കേട്ടോ. അവരുടെ ഒരു നല്ലൊരു രൂപം ചെയ്തു വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ എൻട്രി എടുത്ത് വന്നിട്ട് ഇവിടെ ക്യൂവോ, നമ്മൾ പെട്ടെന്നാ തോന്നുന്നത്. സ്പെഷ്യൽ എൻട്രി എടുത്ത് വന്നിട്ട് ഇവിടെയും ക്യൂ ആണെന്ന് തോന്നുന്നു. ബോട്ടിൽ കയറാനായിട്ട് നമ്മൾ വലിയ ക്യൂ ഒക്കെ നിന്ന് കേട്ടോ കയറിയത്. അവിടെ സ്പെഷ്യൽ എൻട്രിക്കൊന്നും ഒരു കാര്യവുമില്ല. പിന്നെ ബോട്ട് പതിയാണ് പോകുന്നത്. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇടണം എന്നുള്ളത് മസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഫൈനലി വിവേകാനന്ദ റോക്കിലെത്തി കേട്ടോ. നമ്മൾ വിവേകാനന്ദ മെമ്മോറിയൽ റോക്കിലെത്തി കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ദർശനത്തിനെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കണം. അതിന് ഒരാൾക്ക് 30 രൂപയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. എന്തോ ഒരു പഴമയുടെ ഒക്കെ ഫീല് കിട്ടുന്നുണ്ടേ. എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ അല്ല, അകത്ത് വരുമ്പോൾ ഭയങ്കര നല്ല വ്യൂ ആണ് കിട്ടുന്നത്. നല്ല വെയിലുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് സഹിക്കാൻ പറ്റും. അത്ര ഇങ്ങനെ അൺസഹിക്കബിൾ ഒന്നുമല്ല. കന്യാകുമാരിയിൽ ഇങ്ങനെയൊക്കെ ഒരു മുഖം ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കുമ്പോഴേ ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ പണ്ടത്തൊക്കെയുള്ള കെട്ടിടമായിരിക്കും കേട്ടോ. ഒരു നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഒരു റോക്കിൻ്റെ മുകളിലായിട്ടാണ് അതിരിക്കുന്നത്. ഇനി നമുക്ക് ആ ശ്രീപദ മണ്ഡപമൊക്കെ കണ്ടിട്ട് വരാം. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡ് അല്ല എന്നൊക്കെ താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് അലൗഡ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാം. സ്റ്റെപ്സ് ഇത്രയും കയറി വേണം നമുക്ക് ദർശനത്തിന് പോകാനെന്നാണ് എൻ്റെ ഒരു ഊഹം. അങ്ങോട്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല കേട്ടോ. മുകളിലൊന്ന് നല്ല കടലിൻ്റെ വ്യൂ ഉണ്ടാവും. ഈ സൈഡിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ തന്നെ കാണാൻ ഭയങ്കര രസം കേട്ടോ കടൽ. എൻ്റെ അമ്മ ആ വാതിൽ കണ്ടോ, കിടുവല്ലേ. അതിൻ്റെ ഡോറ് തന്നെ കാണാൻ ഭയങ്കര രസമാണ്. തൂണും ബ്ലാക്ക് കളറിലെ. ഇതാണ് സഭാ മണ്ഡപത്തിനകത്തുള്ള സ്വാമി വിവേകാനന്ദൻ്റെ സ്റ്റാച്യു.
ഇതെല്ലാം കല്ലും ഉണ്ടാവും കേട്ടോ നിർമ്മിച്ചേക്കുന്നത്. ഇവിടെ ആനയുടെ ഒക്കെ കൊത്തുപണികളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കൊത്തുപണി കാണാനൊക്കെ. ഇത് ഈ ബ്ലാക്ക് കളർ ഉണ്ടോ, ഈ കൈൻഡ് ഓഫ് വർക്കുകളാണ് അതിനകത്ത് മൊത്തം. ഈ വിവേകാനന്ദ ഒരു രൂപം ഉണ്ടല്ലോ സ്വാമിയുടെ, അപ്പോൾ അതിനകത്ത് മൊത്തം ഈ ഒരു കൈൻഡ് ഓഫ് വർക്കുകളാണ് കൂടുതലും. ഇവിടെ മ്യൂസിയം ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. നോക്കാം നമുക്ക്. ഇത് മെഡിറ്റേഷൻ ഹാളാണ് കേട്ടോ. ഇത് ആ മുകളിൽ കാണുന്നത് മറ്റേ രൂപമൊക്കെ ഉള്ള ഒരു കെട്ടിടം. അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴത്തേനും ആ മെഡിറ്റേഷൻ ഹാൾ കിടക്ക് കാണുന്നത്. ഇങ്ങോട്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡല്ല. അപ്പോൾ നമ്മൾ കണ്ടിട്ട് വരാം. നല്ല രസമുണ്ട് കേട്ടോ. അത് ഈ സാധനം വരെയൊക്കെ കല്ലിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് കല്ലാണ് കേട്ടോ. നമുക്ക് അകത്ത് കയറിയിട്ട് വരാം. മെഡിറ്റേഷൻ ഹാളിലെ മൊത്തം ഇരുട്ടാണ്. എന്നിട്ട് ഓം എന്ന് മാത്രം ഇങ്ങനെ എഴുതിയിരിക്കും നമുക്ക് കാണാം. അവിടെ ഇങ്ങനെ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈലൻ്റ് ആയിട്ട് ഓം ഓം ഇങ്ങനെ ഒരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനൊന്നും പാടില്ല. ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. ജസ്റ്റ് ഈ വാതിലിൽ കൂടെ കയറി മറ്റേ വാതിലൂടെ ഇറങ്ങി വരാം. അത്രേ ഉള്ളൂ. ഒരു ചെറിയൊരു സ്പേസേ ഉള്ളൂ ഇതിനകത്ത്. ഭയങ്കര ശാന്തതയാണ് കേട്ടോ. പിന്നെ ഇത്രയും വെയിലൊന്നും ഇല്ലാത്ത കാരണം ഫാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര സുഖമാണ് അതിനകത്തിരിക്കാൻ. ഇവിടെയൊക്കെ ബുക്ക് സ്റ്റോളാണ് കേട്ടോ. ആ ബുക്ക് സ്റ്റോളിൻ്റെയൊക്കെ കെട്ടിടം നല്ല രസമാണ്. ഇത് വിവേകാനന്ദ മെമ്മോറിയലിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. കണ്ടോ, ഒരു റോക്കിൻ്റെ മുകളിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഫുള്ള് കല്ലുകൊണ്ട് തന്നെ കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. ഈ ബാക്കിൽ വരുമ്പോഴും നമുക്ക് മറ്റേ ആ കൃതിയുടെ രൂപം കാണാം. തിരുവള്ളുവറിൻ്റെ ആ പ്രതിമയുടെ അങ്ങോട്ടേക്ക് നമുക്ക് എൻട്രി ഒന്നും ഇല്ലാന്ന് കേട്ടോ തോന്നുന്നത്. പക്ഷെ ഇവിടെ നോക്കുമ്പോഴത്തേനും നല്ല രസമുണ്ട്. ആനയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. അതും ഇതെനിക്ക് റോക്കിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇവിടെ റെയിൻ വാട്ടർ റിസർവർ ഉണ്ട് കേട്ടോ. ഇതിനകത്താണെങ്കിൽ ഇങ്ങനെ പുറ്റി പിടിച്ച കണക്ക് മീനാവും. ബ്ലാക്ക് കളറിലെ ഒത്തിരി മീൻ കേട്ടോ. ഇവിടെ നമുക്ക് ഇറങ്ങിയൊക്കെ പോവായിരുന്നു. പക്ഷെ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുക. കാരണം സേഫ് അല്ല. അങ്ങനെ ഇങ്ങനെ കുത്തനെ കിടക്കുക സ്റ്റെപ്സൊക്കെ. എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ മീൻ കണ്ടിട്ടില്ല. എൻ്റെ അമ്മേ, കണ്ടോ? ഇതെന്ത് മീനാണോ ആവോ? കടലിൽ നിന്ന് കയറുന്നതാണോ ഒന്നും അറിയാൻ മേല. ഈ മീനൊക്കെ കണ്ടിട്ട് എനിക്ക് ഗൗരമി എന്ന് പറയുന്ന മീനില്ലേ, നമ്മൾ ഗൗര എന്ന് പറഞ്ഞ് വളർത്തുന്നത്, ആ മീന് കണക്ക് തന്നെ ഉണ്ട് കേട്ടോ. ശരിക്കും അതേ കണക്ക് തന്നെ ഉണ്ട്. ഞാൻ വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയേക്കുന്നത്. ഇവിടെ പിന്നെ കടൽ വെള്ളം വരാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം റെയിൻ വാട്ടർ റിസർവർ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. അപ്പോൾ ഇതൊരു ഡാം കണക്കായിരിക്കുമല്ലോ ആക്ട് ചെയ്യുന്നത്. അതായത് ഒരു വലിയ ടാങ്ക് കണക്കായിരിക്കുമല്ലോ ആക്ട് ചെയ്യുന്നത്. അപ്പം മേ ബി ഇത് ഫ്രഷ് വാട്ടർ ആയിരിക്കും, അതായത് റെയിൻ വാട്ടർ ആയിരിക്കും, ഉപ്പ് വെള്ളം ആയിരിക്കത്തില്ല. നല്ല രസമാണ് ഇങ്ങനെ മീനെല്ലാം ഇങ്ങനെ കറങ്ങി 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 നിൽക്കുന്നത്. നോക്ക് നോക്ക്, അതെന്താ ഇങ്ങനെ കറങ്ങുന്നേ? കണ്ടോ, സർക്കിൾ ചെയ്യുന്നു. എന്തേലും ഫുഡ് വീണാണോ നടുക്ക്, അതായിരിക്കും അല്ലേ ഇങ്ങനെ സർക്കിൾ ചെയ്യുന്നേ. ഇത് ശ്രീപാദ മണ്ഡപമാണ് കേട്ടോ. ഒരു ബ്ലാക്ക് കളറിൽ നല്ല രസമായിട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ മുന്നേ കണ്ടത് സഭാ മണ്ഡപമാണ്. അത് ഇങ്ങനെ ഇടത് സൈഡിലും ഇങ്ങനെ വലത് സൈഡിലായിട്ടോ ശ്രീപാദ മണ്ഡപം കാണുന്നത്. ഇവിടെ നോക്കുമ്പോഴത്തേനും നല്ല വ്യൂ ആണ് ശ്രീപാദ മണ്ഡപത്തിൻ്റെ, അല്ല സഭാ മണ്ഡപത്തിൻ്റെ. ശ്രീപാദ മണ്ഡപത്തിലെ ലൈറ്റ് മ്യൂസിക് ഇട്ടേക്കാണ് കേട്ടോ. ഭയങ്കര സൈലൻ്റ് ആയിട്ട് രസമാണ്. നമ്മുടെ ഒരു ഇന്ത്യൻ ലൈറ്റ് മ്യൂസിക് ഒക്കെ ഇല്ലേ, അതേ കൈൻഡ് ഓഫ് സംഭവം പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ, നോൺ സ്റ്റോപ്പായിട്ട്. അപ്പം അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിനകത്താണെങ്കിലേ കന്യാകുമാരി ദേവിയുടെ കാൽപാദം കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയാനാ, നിരപ്പായ സ്ഥലത്ത് ഇങ്ങനെ പൊന്തി കാൽപാദം നിന്നാൽ ഇങ്ങനെ ഉണ്ടാവും. അതേ കണക്ക് ദേവി ഒറ്റക്കാലിൽ ധ്യാനത്തിന് നിന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ ഒറ്റക്കാലിൻ്റെ കാൽപാതേ ഉള്ളൂ നിന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. കൊള്ളാം. അകത്ത് നല്ല രസമുണ്ട് കേട്ടോ. ഒരു ഭയങ്കര ഡാർക്കും, ഈ സെൻട്രലായിട്ട് ഈ ദേവിയുടെ പാദം മാത്രമേ ഉള്ളൂ. അതിങ്ങനെ കമ്പിയൊക്കെ കൊണ്ട് നമുക്ക് അകത്തോട്ടൊന്നും പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ചെയ്തേക്കുവാണ്. എല്ലാവരും നോട്ടും കോയിനും ഒക്കെ കൊടുക്കുന്നുണ്ട്. രസമാണ് അതിനകത്ത് കാണാൻ. അത് ഈ കാൽപാദം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇത് പാദമണ്ഡപം അങ്ങനെ പറയുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്ടോ. നമ്മളിവിടെ വന്നിട്ട് ഏകദേശം 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്.
ശരിക്കും പറഞ്ഞാൽ ഈ 2 മണിക്കൂർ നമ്മളിവിടെ ന്യൂസ് കാണുമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. നമ്മൾ ആ പാദപീഠം ഉണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ മണ്ഡപത്തിൻ്റെ അവിടെയാണ് ഒതുങ്ങിയിരുന്നത്. നല്ല തണലത്തൊക്കെ ഇരുന്നിട്ട് ഈ വ്യൂ ഒക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. നമ്മൾ വന്നപ്പം സ്പെഷ്യൽ പാസ് എടുത്തിട്ടല്ലേ വന്നത്, പെട്ടെന്ന് ക്യൂ ഒക്കെ നിൽക്കാണ്ടല്ലേ വന്നേ. പക്ഷെ ബോട്ടിൻ്റെ അവിടെ വന്നപ്പോൾ നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ. ആ പാസ് കൊണ്ടൊന്നും ഉപയോഗം ഉണ്ടായില്ല. തിരിച്ചു പോകാൻ അതേ കണക്ക് ലോങ് ക്യൂ ഉണ്ട്. അപ്പോൾ ഈ പാസ് കൊണ്ട് ഉപയോഗം ഉണ്ടോ ഒന്നും അറിയത്തില്ല. ഇല്ലയെന്നാണ് തോന്നുന്നത് കേട്ടോ. അത് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, നോ സ്പെഷ്യൽ എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നോർമൽ ടിക്കറ്റിന് 75 രൂപയുള്ളൂ, സ്പെഷ്യൽ ടിക്കറ്റിന് 300 രൂപയാണ് ഒരാൾക്ക്. പക്ഷെ ആ ഒരു ലോങ് ക്യൂ വേണ്ടാന്ന് വെച്ചിട്ട് വരാനേ പറ്റുള്ളൂ. ഇവിടെ നിന്ന് തിരിച്ചു പോകാനൊക്കെ നമ്മൾ ക്യൂ നിന്നേ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏതായാലും നോക്കാം. നമ്മുടെ ചെരുപ്പൊക്കെ താഴെ ഓരോരുത്തർ മാറ്റിയിട്ടിട്ട് വേണം നമുക്ക് കയറി വരാനായിട്ട്, ഈ സൈഡിലായിട്ട്. അപ്പം അതൊക്കെ ഇനി ചെരുപ്പൊക്കെ ഉണ്ടോ അതൊക്കെ പോയി നോക്കട്ടെ. എന്നിട്ട് ഈ ക്യൂ നിന്ന് വേണം തിരിച്ചു പോകാനായിട്ട്. അപ്പം ബാ ലഞ്ച് കഴിക്കാനായിട്ടേ നമ്മൾ സംസമിലോട്ടാണ് കേട്ടോ വന്നത്. അവിടെ ബീച്ചിൽ നിന്ന് ഇച്ചിരി ദൂരമുണ്ട്. അപ്പം നമ്മൾ നടന്ന് ഇവിടെ എത്തി. നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ടോ നോക്കാം. ഞാൻ ബട്ടർ നാനും ചിക്കൻ 65 ആണ് കേട്ടോ പറഞ്ഞത്. കുറേ നാളായി ബട്ടർ നാനൊക്കെ കഴിച്ചിട്ട്. എനിക്ക് നാനൊക്കെ കഴിക്കാൻ ഗ്രേവി വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ചിക്കൻ 65 ഭയങ്കര ടേസ്റ്റാണ്. ബട്ടർ നാൻ ചൂടില്ല കേട്ടോ, എനിക്ക് കട്ടിയായിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, കൊള്ളാം. ഇനി ബീഫ് ബിരിയാണി അല്ല, ബീഫ് ബട്ടർ ഗാർലിക് ഫ്രൈഡ് റൈസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വരത്തേ ഉള്ളൂ. അപ്പോൾ അത് വന്നിട്ട് ഇനി കാണാം. നമ്മുടെ ബീഫ് ബട്ടർ ഗാർലിക് ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട് കേട്ടോ. നോർമൽ ഫ്രൈഡ് റൈസേ ഉള്ളൂ, ബട്ടറിന്റെ ഗാർലിക്കിന്റെ ഫ്ലേവർ ഒന്നുമില്ല. ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞ് കഴിക്കാൻ നല്ലതാ, പക്ഷെ അങ്ങനെ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല കേട്ടോ. ഇത് ഓറഞ്ച് ബ്ലോസം. മിന്റും ഉണ്ട് കേട്ടോ ചെറുതായിട്ട്. പക്ഷെ ഇത് ഫ്ലേവർ ഞാൻ ചേർത്തേക്കുന്നത് പ്യുവർ ഓറഞ്ച് ജ്യൂസ് അല്ല. ഇത് നല്ലതാ. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കഴിച്ച് തീർക്കട്ടെ, എന്നിട്ട് കാണാം. ഇവിടെ ഒരു കേക്ക് ഷോപ്പിൽ വന്നിട്ട് ഗീ മൈസൂർ പാർക്ക് കണ്ടു കേട്ടോ. ഇതിന് 32 രൂപ ഒരെണ്ണത്തിന്. പിന്നെ ഒരു ജിലേബിയും മേടിച്ചു. കുറേ കാലമായി മൈസൂർ പാർക്ക് കഴിച്ചിട്ട്. ജിലേബി അമൂലിൻ്റെ ഐസ്ക്രീമും മേടിച്ചു. ഇവിടെ കപ്പലണ്ടി മസാല വെക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ ഞങ്ങൾ കഴിച്ചത് ഭയങ്കര ടേസ്റ്റ്. 20 രൂപയുള്ളൂ. ഇന്നും മേടിച്ചു. കന്യാകുമാരിയിലെ ഫുഡ് കോർട്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കാടമുട്ട ലോലിപോപ്പ് കിട്ടുന്ന സ്പോട്ടുണ്ട് കേട്ടോ. ഇവിടെ ബ്രെഡ് ഓംലെറ്റും ഉണ്ട്. ഇതിന് 50 രൂപയാണ്. ഞാൻ ഇതുവരെ ഈ സാധനം കഴിച്ചിട്ടില്ല. കൊള്ളാം. ഒരു സൈഡ് കുരുമുളകും പിന്നെ മറ്റേ സൈഡ് മുളക് പൊടിയുടെ വേറൊരു മസാലയാണ്. നല്ലതാണ്. ഇത് കന്യാകുമാരിയിലെ സീഷോർ എന്ന് പറയുന്ന ഒരു ഫുഡ് കോർട്ടാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കുറേ ഷോപ്സ് ഒന്നും ഓപ്പൺ അല്ല, പക്ഷെ ഉള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നതിന് ശേഷം ഫിഷ് ഫിംഗേഴ്സും പിന്നെ ബട്ടർ നാനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ മയനൈസും ഉണ്ട്. 5 പീസാണ് ഉള്ളത്. ഏകദേശം 360 രൂപ ഇതിന്. രണ്ടും കൂടെ 400 രൂപ. 360 രൂപയ്ക്ക് ഇത് ലാഭമാണോ? നല്ല മയനൈസ് മധുരം. ഏതോ വൈറ്റ് ഫിഷാണ്, ട്യൂണയൊന്നുമല്ല. നമ്മുടെ ചൂര മീനല്ലേ, അതൊന്നുമല്ല, വേറെന്തോ ഫിഷാണ്.
ഇങ്ങനെ ഫ്ലേക്ക് ആയിട്ട് വരുന്നുണ്ട്. വൈറ്റ് ഫിഷ്, അതായത് നമ്മുടെ കിളിമീനൊക്കെ ഇല്ലേ അതുപോലത്തെ എന്തോ ഒരു മീറ്റാണ്. നമ്മൾ ബട്ടർ നാനാട്ടോ പറഞ്ഞത്, അതിൻ്റെ കൂടെ മയണൈസ് കൊള്ളാം, കുഴപ്പമില്ല. ഇത് ഈ ബാക്കിൽ കാണുന്ന റെസ്റ്റോറൻറ്റ് നമ്മൾ കഴിച്ചാൽ. എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ, അവർക്കും കഴിക്കാൻ പറ്റുന്നില്ല. മയണൈസും ഈ ബട്ടർ നാനും ഇതും കൂടെ മുക്കി കഴിക്കുമ്പോഴത്തേനും ആ മീനിൻ്റെ ഒരു ചുവയുണ്ടല്ലോ അത് വലുതായിട്ട് കിട്ടുന്നില്ല. അപ്പോഴത്തേനും നമുക്ക് കഴിക്കാം, അല്ലാണ്ട് കഴിക്കാനേ പറ്റുന്നില്ല. ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഇങ്ങനെ ഒരു ക്വാളിറ്റിയിൽ കൊള്ളത്തില്ല. ഒരു മീനിൻ്റെ പച്ചമണം ഭയങ്കരമായിട്ട് എടുത്ത് വയ്ക്കുക, പറ്റുന്നില്ല. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാട്ടോ ഫുഡ് കഴിച്ചാൽ, സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊള്ളത്തില്ല, വായി വെക്കാൻ കൊള്ളത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇറക്കാൻ പറ്റുന്നില്ല, എന്തോ പോലെ. ഇനി ഈ ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കേണ്ട ത്രാണി എനിക്കില്ല. വേറെ ഔട്ട്ലെറ്റൊക്കെ ഉണ്ട് കേട്ടോ, ചാട്ട്വാല എന്ന് പറഞ്ഞിട്ടുണ്ട്, മിസ്റ്റർ ബർഗർ ഉണ്ട്, പിന്നെ വേറെ കുറച്ച് കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ ഈ ഫുഡ് കോർട്ടിൽ. ഇവിടെ ഇനി നമ്മൾ നിന്നാൽ ശരിയാവത്തില്ല, നമുക്ക് ആ സ്ട്രീറ്റിലോട്ട് തന്നെ ഇറങ്ങാം. ഇപ്പോഴും ഒരു ആശ്വാസമായ നാരങ്ങ വെള്ളം കുടിച്ചപ്പോൾ. നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് എത്തി കേട്ടോ. അപ്പം വീണ്ടും പീനട്ടിനെ കണ്ടപ്പോഴത്തേനും പീനട്ട് മസാല ഒരെണ്ണം കൂടെ മേടിച്ചു. ഇതിന് 40 രൂപയാണ്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് മറ്റേ പീനട്ടാണ്. നമ്മൾ ഐസ്ക്രീം മേടിച്ചു കേട്ടോ. ഇത് മാംഗോ മാക്സ് എന്ന് പറയുന്ന സംഭവം, അതായത് നമ്മുടെ മാംഗോ ബാറിലെ അത്. മാംഗോൻ്റെ ആട്ടോ ബെറ്റർ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുൽഫി കണക്കല്ല. കന്യാകുമാരിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് പറയുക, ഈ രാത്രിയിൽ ഈ ബീച്ചിൻ്റെ സൈഡിൽ വന്ന് നിൽക്കാനാണ് കേട്ടോ. ഭയങ്കര നല്ല വൈബാണ്, ചൂടും ഇല്ല, നല്ല സ്വസ്ഥതയോടെ ഇരുന്ന് നമുക്ക് ഈ തിരമാലയൊക്കെ നോക്കിയിരിക്കാം. ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് കേട്ടോ നമുക്ക് രാത്രി ഇവിടെ വരുന്നത്. ഈ പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ളത് കാരണം അതിലോട്ട് ഇങ്ങനെ തിരമാല വന്ന് അടിക്കുന്നത് ഭയങ്കര രസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെയും കൂടെ ഞങ്ങളിവിടെ കന്യാകുമാരിയിലുണ്ടാവും. ഫുൾ ഡേ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ഉച്ചവരെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നാളെ കാണാം കേട്ടോ. ടാറ്റാ.